ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനും അതും കൊണ്ട് സുഖമായിട്ടിരിക്കണം കേട്ടോ. രാവിലെ എണീറ്റ പടത്തിന് ജീരകം കറുകപ്പെട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ. എന്താണ് പറ്റിയെന്നല്ലേ, ഞാനും അതും കൊണ്ടും കൂടി റെഡിയൊക്കെ ആയി നേരെ വണ്ടിയൊക്കെ ഒന്ന് നേരത്തെ സ്റ്റാർട്ടാക്കി വയ്ക്കാമെന്ന് പറഞ്ഞ് താഴെ പോയതാണേ. വണ്ടി സ്റ്റാർട്ടാക്കി ബാഗൊക്കെ അതിനുള്ളിൽ വെച്ച് ഡോറൊന്ന് ചാരിയതാണ്. നേരെ അതെങ്ങനെയോ ലോക്കായിപ്പോയി. പിന്നെ എത്ര നോക്കിയിട്ടും വണ്ടി തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ എനിക്ക് വർഷനും മാതംകുട്ടനും കൂടി നേരെ ജോലി സ്ഥലത്തേക്ക് നടന്നു പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ പിന്നെ ഫുഡെല്ലാം വണ്ടിയുടെ ഉള്ളിലായിപ്പോയി. അപ്പോൾ എനിക്ക് ഇവിടുത്തെ അപ്പാപ്പനുണ്ടല്ലോ, എനിക്കൊരു ഫ്രഞ്ച് വനില വാങ്ങിച്ചു കേട്ടോ. സോ അതാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുടിച്ചത്. പിന്നെ അപ്പോഴേക്കും ഫ്രണ്ട്സ് വന്നു. അവരുടെ എന്തൊക്കെയൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു ചെറിയ കഷ്ണം ഞാനെടുത്ത് കഴിച്ചു. പിന്നെ അവൾ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി ഒരു 2 സ്പൂൺ ചിക്കൻ ബിരിയാണി ഞാൻ കഴിച്ചായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ആയി കഴിഞ്ഞപ്പോഴേക്കും കാറൊക്കെ എങ്ങനെയോ ലോക്കാക്കി ഞങ്ങളുടെ ഫുഡും കൊണ്ട് വന്നത് ആദംകുട്ടിൻ്റെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫുഡും അതിൽ നിന്ന് ഞാൻ ലഞ്ചിന് പാസ്ത കഴിച്ചു. പിന്നെ കോക്കനട്ട് വാട്ടർ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഈവനിങ് ബ്രേക്കിനായപ്പോഴാണോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കൊണ്ടുപോയി മിൽക്ക് ഷേക്ക് കുടിക്കുന്നത്. അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് ജോലി കഴിഞ്ഞതേ ആദംകുട്ടിനെ പിക്കാൻ വേണ്ടി പോവാണ്. ആദംകുട്ടി കണ്ട പാടെ തന്നെ ഓടി വരാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഡോറൊക്കെ തന്നെ തുറക്കാനറിയാം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മലയാളി സ്റ്റോറിലൊന്ന് പോയി. അവിടുന്ന് എനിക്കൊരു ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിച്ചു. അതുകൊണ്ട് ഞാൻ പഴംപൊരി വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ബസ്സിനാണ് ഞങ്ങളിന്ന് തിരിച്ചു വന്നിട്ടോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സ്റ്റെപ്പൊക്കെ കയറാനറിയാം. ഞങ്ങൾ എത്തിയപ്പോഴേക്കും നിന്ദുവിന് പോകാറായി. അപ്പോൾ നിന്ദു പോകാറായപ്പോൾ നിന്ദുവിൻ്റെ കൂടെ പോകണമെന്നാണ് അതുകൊണ്ടിന്. അതൊക്കെ കഴിഞ്ഞതേ രാവിലെ കൊണ്ടുപോയ പാസ്ത ഒന്ന് ചൂടാക്കി അതുകൊണ്ട് വീണ്ടും കൊടുത്തു. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഡിന്നറിന് കഴിച്ചിട്ടോ. എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നാളെ കാണാം. ടിൽ ദെൻ ബൈ.